നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലാണുള്ളത്. പയ്യന്നൂർ നഗരസഭയുടെ സ്ത്രീകളുടെ മുലയൂട്ടൽ കേന്ദ്രം ഇതാണ്. ഇവിടെ ഒരു ആള് അസുഖബാധിതനായിട്ട് ഇവിടെ കിടക്കുന്നു. അയാൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഷെൽട്ടർ. ആ വിഷയം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചെത്തിയിട്ടുള്ളത്. ഈ കാഴ്ച ഏതായാലും വളരെ ദയനീയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയട്ടെ. ഇദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് വേറൊരു വാർത്ത കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മുലയൂട്ടൽ കേന്ദ്രം. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് ഇദ്ദേഹത്തിന് ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് പറയാനുള്ളത് എന്ന് പച്ചവെളിച്ചം തേടുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച. എന്താ പേരെന്നാ? രവീന്ദ്രനാ. എവിടെ വീട്? കാരയില. ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കുന്നത്? ഇവിടെ 2 കൊല്ലമായിട്ട് ഇവിടെയാണോ താമസിക്കുന്നത്? അതെ അല്ലേ? എന്താണ് കാരണം? എന്താ പ്രശ്നം? എന്താ അവിടെ വീട് നമ്മളെ അടിച്ചെടുത്തിന്? ആരാ ഏട്ടനാരാ? കാരയിൽ സുമാരനാ. നിങ്ങൾ സ്വത്തല്ല കൈക്കലാക്കിനെ? അതെയാ? എന്നോട് പറഞ്ഞു വൃദ്ധസനാക്കുമ്പോ എന്നോട് ബാംഗ്ലൂരേക്ക് ഫോൺ ചെയ്തോ, മോനെ ഇന്നുമാര് വൃദ്ധസനാക്കുന്നു. ഞാൻ പറഞ്ഞു അമ്മയുടെ സ്വത്ത് വീട് വൃദ്ധസനാക്കുന്നതിന് നിൽക്കുന്നില്ല. അവസാനം വൃദ്ധസദനം വീട് പൊളിച്ച് ബുക്കിംഗ് ചെയ്തു. നിങ്ങളെല്ലാം എല്ലാവരുടെ പേരിലുള്ള സ്ഥലമല്ലേ ഉണ്ടായിരുന്നത്? അത് അതെ, എല്ലാം അമ്മയുടെ പേരിൽ. അത് സ്വന്തമാക്കിയത്. അതെയാ? നിങ്ങൾ എത്ര സഹോദരങ്ങളാണ് ഉള്ളത്? എത്ര ആളാ ഉള്ളത്? ഞങ്ങള് അനിയത്തി, അനിയൻ, അതെ. എന്നാൽ 4 ആള് അല്ലേ? ഇപ്പൊ ഇവിടെ അസുഖബാധിതനായിട്ട് കുറെ ആയാ? സുഖമില്ലാണ്ട് ആരാ നിങ്ങളെ നോക്കുന്നത് ഇവിടുന്ന്? അതാണല്ലേ? അത് ശരി. നിങ്ങൾക്ക് ഭാര്യ മക്കളൊന്നും ഇല്ലേ? കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചിട്ട് പണ്ട് അമ്മയോട് തർക്കം പറഞ്ഞു ഒഴിവാക്കി. അതെയാ? ഭാര്യനെ ഒഴിവാക്കി. ആ കുട്ടികളുണ്ടായതില്ലേ? ഇല്ല. അവരെ സ്ഥലം അവരെവിടെയാണ് സ്ഥലം? അവരെ സ്ഥലം വന്നിട്ട് കരുവള്ളൂരാണല്ലേ? അത് ശരി. അത് ശരി. ചികിത്സിക്കലും ചെയ്യുന്നുണ്ടാ? അതെ അല്ലേ? ആയിക്കോട്ടെ. എന്താ ചോദിക്കാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക്? ഇപ്പൊ ഈ രവിയാട്ടനടക്കം വന്നിട്ട് ഒരുപാട് 2 വർഷത്തിന് മേലെ 2 വർഷത്തിന് മേലെ നമ്മളിവിടെ വന്നിട്ട് അത് പരിചയപ്പെടുന്നത്, മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞ സുഖം ഇല്ലാതെ ഒരു അവസ്ഥ വന്നു. വളരെ അവശനായപ്പോ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത അവരെ വിളിക്കുകയും ഇദ്ദേഹം ഇതിൽ ഇടപെടുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വണ്ടി ഡ്രൈവർ അടക്കം നല്ലൊരു ഇടപെടൽ നടത്തി. അതുപോലെ പയ്യന്നൂര് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയും അവിടെ തൽക്കാലം നോക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ തന്നെ ഒരാളെ നിയമിക്കുകയും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ സുഖം പോരാ എന്നുള്ളത് കണ്ടുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ അതിലൊരു ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി കണ്ണൂര് ജില്ലാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും അവിടുന്ന് കുറച്ച് സുഖമാകുമ്പോൾ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ആണുള്ളത്. അതിനു മുമ്പേ തന്നെ ഇവിടെ പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും രവിയേട്ടൻ അതിന് മുമ്പേ താമസിപ്പിച്ചിരുന്നു. രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അധികകാലം മേടി നിൽക്കൂല എന്നുള്ളതാണ്. കുറച്ച് സുഖം തോന്നുമ്പോൾ അന്നോടാടന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് വരികയാണെന്ന് ഒരവസ്ഥയുണ്ട്. കുറച്ച് കൂടെ അവിടെ തന്നെ കടന്ന് ചികിത്സ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലെ സഹായ സഹകരണങ്ങളും ഇവിടുന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എല്ലാ സർക്കാർ ഭാഗത്തുനിന്നിലെ എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസ് ആയാലും മറ്റു സംവിധാനങ്ങളായാലും പോലീസ് ആയാലും എല്ലാം നല്ല ഇടപെടൽ
രവിയേട്ടന്റെ കാര്യത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ സ്ഥലത്താ കിടക്കുന്നത് ഇവരുടെ കുടുംബത്തിന്റെ ആ വിഷയം എന്നാ പറയുന്നത്, ഈ സ്വത്ത് കൈക്കലാക്കി ഇപ്പൊ നമുക്ക് ഒരു വ്യക്തത ഇല്ലല്ലോ അതിനെ കുറിച്ചിട്ട്. കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു വിവരമല്ലാതെ കണ്ട് അതിന് കൂടുതലായിട്ട് നമ്മൾക്കൊന്നും അറിയില്ല. ഇദ്ദേഹം മുമ്പത്തെ പിന്നെ എന്താണ് പറയേണ്ട ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളക്കാരനാണ് രവിയേട്ട. അതെ, അതിന്റെ ഭാഗമായിട്ട് ആടെ എന്തോ ഒരു ചെറിയ കശപിശ ഉണ്ടായിട്ട് തിരിച്ചു വന്നു എന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പെൻഷനൊന്നും ലഭിക്കുന്നില്ല. ഏതായാലും നമ്മൾ പറഞ്ഞാൽ ഈ പറയുന്ന അയാളോട് അനുബന്ധിച്ചിട്ട് തന്നെ രവിയേട്ടന് ചില സമയത്ത് എന്താണ് പറയേണ്ട ഒരു ഭയങ്കര വയലന്റ് ആവുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്. ചില സമയത്ത് ഓററിയാതെ കണ്ട് ഓറിനെ വല്ലാതെ കണ്ട് പ്രയാസപ്പെടുന്ന തരത്തിലേക്ക് വയലന്റ് ആവുന്ന ഒരു അവസ്ഥ രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല പ്രയാസങ്ങളും ഓർ ഇന്നിപ്പോ അനുഭവിച്ചു വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതെ, അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ കാരിയൽ സുകുമാരൻ എന്നൊക്കെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തില് വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് ഈ കാരിയൽ സുകുമാരൻ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഒരു വിഷയത്തില് എന്ത് വിഷയമുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നഗരസഭ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിന് മുൻകൈ എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കാരിയൽ സുകുമാരൻ എന്തായാലും തയ്യാറാവണം. നമ്മൾക്കറിയാം ഇപ്പൊ ചില വിഷയങ്ങൾ ഇവർ തമ്മിൽ 12 കോടി രൂപ സ്വത്താ തട്ടിയെടുത്തിന്. അതെയാ, അത് ശരി. ഇതാ പറയുന്നത് കണ്ടില്ലേ, എന്ന് വെച്ചാൽ തന്റെ സഹോദരനാണ് പിന്നെ 12 കോടി രൂപയോളമുള്ള സ്വത്ത് കാരിയൽ സുകുമാരൻ എന്ന് പറയുന്ന ആള് തട്ടിയെടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന്റെ വ്യക്തതയില്ല, പച്ച വെളിച്ചത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. എഴുതി മേടിച്ചു, അമ്മയോട് എഴുതി മേടിച്ചു. ബാക്കിയുള്ള മക്കൾക്കൊന്നും സ്വത്ത് തന്നിട്ടില്ലേ? അമ്മയുടെ സ്വത്ത് പരമ്പരാഗതമായ സ്വത്തല്ലേ? അത് ശരിയാണ്. അമ്മയോട് പറഞ്ഞു, പിന്നെ അമ്മ എല്ലാവർക്കും ഞാൻ ഇത്ര മാർക്കറ്റ് വില കൊടുക്കാം, ഞങ്ങൾക്ക് 5 ലക്ഷം തന്നു. അപ്പൊ അമ്മ ബാക്കി തന്നിട്ടില്ല. ബാക്കി പറഞ്ഞു അത് പറഞ്ഞു. ശരി ശരി ശരി, അങ്ങനെയാണുള്ളത് അല്ലേ? അത് ശരി. അതാ ഈ വിഷയം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. സഹോദരനാണ്, ചിലപ്പം സഹോദരന്റെ സ്വഭാവങ്ങളിൽ ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം, അതൊന്നും നമ്മൾക്ക് അറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ സൗഹൃദങ്ങള് പിന്നെ ബന്ധങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവണം. അത് കാരിയൽ സുകുമാരന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അതുപോലെ തന്നെ എന്നുള്ള സാമൂഹ്യ സേവന സന്നദ്ധനാണ് എന്ന് സദാ പറയുന്ന ആളുമാണ് കാരിയൽ സുകുമാരൻ. കാരിയൽ സുകുമാരന്റെ സഹോദരനാണ് ഇവിടെ കിടക്കുന്നത് എന്നൊരു വിഷയം കാണാൻ വേണ്ടി കാരിയൽ സുകുമാരൻ തയ്യാറാവണം. ഇദ്ദേഹത്തിന് ആവശ്യമായ പരിചരണം നൽകിയിട്ടുള്ള നമ്മുടെ ബാബു ഉണ്ട്, അതുപോലെ തന്നെ അബ്ബാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ചെറുകിട തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഇവിടുത്തെ പിന്നെ നമ്മുടെ തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സഹായങ്ങൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഈ തെരുവിൽ കഴിയുന്ന ആൾക്കാരെ തെരുവില് പിന്നെ കച്ചവടം നടത്തുന്ന ഇവിടുത്തെ പ്രദേശവാസികളാണ് സംരക്ഷിക്കുന്നത് എന്ന കാര്യവും പച്ചവെളിച്ചം കാണുന്നു. ബാബുവിനൊന്നും പറയാനുണ്ടോ? ബാബു ഇല്ല. ബാബു പൊതുവെ അങ്ങനെ സംസാരിക്കില്ല. ബാബു സഹായിക്കുന്ന ഒരു പ്രകൃതമാണ് ബാബുവിനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നഗരസഭ അതുപോലെ നഗരസഭ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരിയൽ സുകുമാരനുമായി ബന്ധപ്പെടണം. ഈ വിഷയം നഗരസഭ ശ്രദ്ധിച്ച്, ചെയർപേഴ്സൺ ശ്രദ്ധിച്ചിട്ട് കാരിയൽ സുകുമാരൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ പൊതുപ്രവർത്തകനാണ്, അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് എന്താണ് ഇദ്ദേഹം പറയുന്ന കാര്യത്തിലെ നിജസ്ഥിതി എന്താണെന്ന് അറിയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ നമുക്ക് പയ്യന്നൂരിന് നല്ലതല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇതാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇത് പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഷെൽട്ടറാണ്. അതുകൊണ്ട് പച്ചവെളിച്ചത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്, ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് അസുഖബാധിതനാണ്. അയാളുടെ പ്രീ ഹിസ്റ്ററി ഒന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിന് ചികിത്സ വേണം, അദ്ദേഹത്തിന് സംരക്ഷണം വേണം. അദ്ദേഹത്തിന്റെ സ്വത്തുവക പിന്നെ തട്ടിയെടുത്തു, കോടിക്കണക്കിന് വിലയുള്ള സ്വത്തുവക തട്ടിയെടുത്തു തന്റെ സഹോദരൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവണം. അതിന്റെ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നഗരസഭയും പോലീസും ഇടപെടണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അതിന് നിജസ്ഥിതി പച്ചവെളിച്ചത്തിന് അറിയില്ല. എന്നാൽ പോലും ഒരാൾ പറയുന്ന ഒരു വിഷയത്തിൽ അതിന്റെ കാര്യങ്ങളെ ആ രീതിയിൽ കൊടുക്കുന്നു എന്നതേ ഉള്ളൂ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.